ഒരു അവധിക്കാലം കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 1-2 ദിവസത്തെ യാത്രയായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി കണ്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ് രാമേശ്വരവും ധനുഷ്കോടിയും. ഇവിടേക്ക് നമുക്ക് ട്രെയിനിൽ പോവാം, നമ്മുടെ വാഹനം ഉണ്ടെങ്കിൽ അങ്ങനെ പോവാം. ഇപ്പോൾ രാമേശ്വരത്തേക്ക് പോകാൻ ആ ഐലൻഡ് ക്രോസ് ചെയ്യുന്ന ട്രെയിൻ ഇല്ല, അവിടെ റെയിൽവേ പാലത്തിൻ്റെ പണി നടക്കുകയാണ്. നമുക്ക് രാമനാഥപുരത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ പോവാം. രാമേശ്വരം ക്ഷേത്രം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു. രാമേശ്വരം ക്ഷേത്രം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ധനുഷ്കോടിയിലേക്കാണ് പോകേണ്ടത്. ഇത് രാമേശ്വരത്ത് നിന്നും ഏകദേശം 22 കിലോമീറ്റർ അകലെയാണ്. ഇവിടേക്ക് പോകാൻ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ അവിടെ നിന്ന് ഓട്ടോയും ജീപ്പും ഒക്കെ സർവീസ് ചെയ്യുന്നുണ്ട്, അതും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ധനുഷ്കോടിയിലേക്ക് ഡ്രൈവ് ചെയ്ത് തന്നെ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ ധനുഷ്കോടിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക. ധനുഷ്കോടിയിൽ പോയി എന്തൊക്കെ കാര്യങ്ങൾ കാണണം, എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, എങ്ങനെയാണ് യാത്ര എന്നുള്ളതൊക്കെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു തുറമുഖ നഗരമായിരുന്നു ധനുഷ്കോടി. ഇവിടെ ഒത്തിരി വികസനങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്നിരുന്നു. അതെല്ലാം 1964 സംഭവിക്കുന്ന ഒരു സൈക്ലോണിലൂടെയാണ് നശിച്ചു പോകുന്നത്. അതിനുശേഷം ഇത് പ്രേതനഗരമായിട്ട് കിടന്നെങ്കിലും പിന്നെ സർക്കാർ ഇതിനെ കുറേ വിപുലപ്പെടുത്തി ഇപ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും പോയി കാണേണ്ടുന്ന ഒരു സ്ഥലമാണ് ധനുഷ്കോടി. അതിൻ്റെ ഒരു സൈഡിൽ വന്നിട്ട് ബംഗാൾ ഉൾക്കടലിലും മറു സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഇങ്ങനെ ഈ 2 കടലിന് മധ്യത്തിലൂടെ നമ്മൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പോയി അവസാനം കടലിൻ്റെ ഒരു മുനമ്പിലേക്ക് എത്തിച്ചേരും. അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. ഇത് ഇന്ത്യയുടെ തെക്കേ മുനമ്പാണ്. അപ്പോൾ നമുക്ക് ആ ധനുഷ്കോടി യാത്രയിലെ കാഴ്ചകൾ ഒന്ന് കണ്ടിട്ട് വരാം. ഇതേ ഈ കാണുന്ന കണ്ടോ, നമുക്ക് ചുറ്റും ഇപ്പോൾ അങ്ങനെ കടലാണ് കണ്ടോ. കടലെന്ന് പറയാൻ പറ്റത്തില്ല, കടലിൻ്റെ ഒരു കൈവരി കയറി ഇങ്ങനെ കിടക്കുക. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ രാമേശ്വരത്തെത്തി, രാവിലെ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ് അല്ലേ. ധനുഷ്കോടി, ഇതിൽ ആരൊക്കെ ധനുഷ്കോടിയിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ടല്ലേ? ഒരാളൊഴിച്ച് നമ്മളെല്ലാവരും, ഞാനും പോയിട്ടുണ്ട് കേട്ടോ, ഒരാളൊഴിച്ച് നമ്മളെല്ലാവരും ധനുഷ്കോടി പോയിട്ടുണ്ട്. ഈ രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ രാമേശ്വരവും ധനുഷ്കോടി അതിനോട് ബന്ധപ്പെട്ട് ഈ രാമായണത്തിൽ പറയുന്ന പോലെ മൊത്തം 53 തീർത്ഥങ്ങളാണുള്ളത്. അതിൽ 22 ഉള്ളത് ക്ഷേത്രത്തിൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലായിട്ട് മറ്റ് തീർത്ഥങ്ങളുണ്ട്. അതിൽ പറ്റുന്ന ഓരോരോ സ്ഥലത്ത് നമ്മൾ പോകും, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോകും. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ധനുഷ്കോടി യാത്രാ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പൊളിക്കല്ലേ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണ്? ഇതിൻ്റെ പേരെന്താണ്? ഇതൊരു ടെമ്പിളാണ്. ഞാൻ അകത്തോട്ട് കയറിയിട്ട് പേര് പറഞ്ഞുതരാം. ഇത് നമ്മൾ ആ ധനുഷ്കോടി റോഡ് അകത്തേക്ക് കയറി വരുമ്പോഴേ കാണുന്ന ഒരു ടെമ്പിളാണ്. 2 സൈഡിലും കടൽ കയറി കിടക്കുന്ന ഒരു പ്രദേശത്തിന് മധ്യത്തിൽ കൂടെ വേണം റോഡെ ഓടി വരാൻ. അതിനുശേഷം ഇനി അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഒത്തിരി സഞ്ചാരികൾ വരുന്നുണ്ട്. ഇതെന്തോ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇതിൻ്റെ പേര് നമുക്ക് ബോർഡ് അവിടെ മുമ്പോട്ട് പോയിട്ട് നോക്കാം. ഇതാണ് കോദണ്ഡരാമർ ടെമ്പിൾ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആൾക്കാർ കയറി അകത്തേക്ക് പോകുന്നുണ്ട്. ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറി പോകണം. നോക്കാം, നമുക്ക് കയറാൻ പറ്റുമെങ്കിൽ അകത്തോട്ട് കയറാൻ പറ്റുമല്ലോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ലേ കോദണ്ഡരാമർ ടെമ്പിളിനകത്തുള്ളത്. അതിനകത്ത് രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ഓരോ സംഭവങ്ങൾ നടന്നതിനെക്കുറിച്ചുള്ള ചിത്രീകരണങ്ങളും അതിനെക്കുറിച്ചുള്ള വിവരണവും താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കി, അടിപൊളിയല്ലേ. ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഒരു മണൽത്തിട്ട കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി കിടക്കുന്നത്, അത് കടലിങ്ങനെ അകത്തേക്ക് കയറി കിടക്കുന്നത്. അത് തിരയില്ല, അതിന് പുറകിലായിട്ടാണ് യഥാർത്ഥ കടൽ കാണുന്നത്. അത് ബംഗാൾ ഉൾക്കടലാണ് കേട്ടോ വരുന്നത്. ഇതാണ് കോദണ്ഡരാമർ ടെമ്പിളിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. അതിനകത്ത് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പാടില്ല, എന്നാലേ ആൾക്കാർ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 1-2 ക്ലിപ്പ് എടുത്താണ്. അതാണ് ഈ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്ത് എടുക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ആ കടൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സൂം ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഈ കാണുന്ന വെള്ളത്തിനപ്പുറം, ആ കാണുന്ന തിട്ടയ്ക്കപ്പുറം വീണ്ടും കടലാണ്. ഈ പടി കയറി ഇതിനകത്ത് കൂടെ പോയത് ഇതിലേ പുറത്തേക്ക് ഇറങ്ങി വരാം. അങ്ങനെയാണ് ഈ ഒരു ടെമ്പിളിനകത്തേക്ക് ആൾക്കാർ പോകേണ്ടത്. അതിനകത്ത് ഇത് പ്രതിഷ്ഠ ഉണ്ട്, അതിൽ നമുക്ക് തൊഴുക.
ഇപ്പുറത്തോട്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ കയറി കഴിഞ്ഞിട്ട് ഇറങ്ങി. അതിനകത്ത് എന്താണ് ബാലു ശരിക്കും? പട്ടാഭിഷേകം രാജാവായിട്ട് അംഗീകരിക്കും. വിഭീഷണൻ ലങ്കേന് സീതയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ രാവണൻ വിഭീഷണനായിട്ട് യുദ്ധം പ്രഖ്യാപിക്കും. അപ്പോൾ വിഭീഷണൻ വന്ന് രാമൻ്റെ അടുത്ത് കീഴടങ്ങിയതിന് ശേഷം ഇവിടെ വിഭീഷണനെ ലങ്കയുടെ രാജാവായിട്ട് വാഴിക്കും. അപ്പോൾ അഭിഷേകം ചെയ്യും. ലങ്കയുടെ രാജാവ് ഇവിടെ വെച്ചാണ് അഭിഷേകം ചെയ്തതിന് ശേഷമാണ് അവിടെ പോയി രാവണനായിട്ട് യുദ്ധം ചെയ്തതിന് ശേഷം വിഭീഷണൻ അവിടെ എത്തിക്കും. അപ്പോൾ അവർ 5 പേരാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. 5 പ്രതിഷ്ഠയാണ്. താങ്ക് യു. രാമായണത്തിൽ സീതയെ തേടി ശ്രീരാമൻ പോകൂലേ? അപ്പോൾ അതിനെ പ്രതിപാദിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും, ആ ലങ്കയിലേക്ക് ഹനുമാൻ ചാടിപ്പോകുന്നു, അതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യവും ആ ലങ്ക യുദ്ധം കഴിഞ്ഞ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആ ഓരോ ഐതിഹ്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ ഓരോ ടെമ്പിളും അതുപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങളും ഒക്കെ. ഇനി നമുക്ക് രാമർ പദമുണ്ട്, അതുപോലെ തന്നെ ലക്ഷ്മണ തീർത്ഥമുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ രാമേശ്വരം ടെമ്പിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വന്ന് കാണേണ്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, പുണ്യപുരാണങ്ങളായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ എന്താണ് കോദണ്ഡരാമർ ടെമ്പിൾ കഴിഞ്ഞിട്ട് വീണ്ടും ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ധനുഷ്കോടിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നമ്മുടെ ഡ്രൈവർ വിഷ്ണുവാണ്, പ്രോ ഡ്രൈവർ പ്രവീണ് പുറകിലുണ്ട്, ബാലമുരളി പുറകിലുണ്ട്. അപ്പുറത്തെ സൈഡ് കടലാണ്, ഇത് ഒറിജിനൽ കടൽ, അതായത് ഇന്ത്യൻ മഹാസമുദ്രം. ഇപ്പോഴത്തെ ബംഗാൾ ഉൾക്കടലിൻ്റെ ഒരു കടലിടുക്കാണ് പാക് സ്ട്രെയിറ്റ്. അല്ല അങ്ങോട്ട് പോട്ട് ഇത് നമ്മുടെ പള്ളിയിൽ ഇറങ്ങി പോകുന്നില്ലേ, എവിടെയെങ്കിലും ഒരു സ്ഥലത്തോട്ട് ചവിട്ടി ഒതുക്കുന്നിടത്ത്. ഇപ്പോഴത്തെ കടകളൊക്കെ പൊളിച്ച് കളഞ്ഞുണ്ട് കേട്ടോ. ഇത് ഇന്ത്യൻ മഹാസമുദ്രം. ഇത് തന്നെ സ്ഥലം. ഉണക്കമീൻ കിട്ടും കേട്ടോ അവിടെ ധാരാളം. ഇതേ കണക്കത്തെ ഒരു സ്തൂപത്തിൻ്റെ മുമ്പാണ് നമ്മൾ പോയി നിൽക്കാൻ പോകുന്നത്. അത് കാണിച്ചു തരാം. പോട്ട് ഫ്രണ്ടിലോട്ട് പോട്ട്. ഇതാണ്ട് പാർക്കിംഗ് ഉണ്ട് അവിടെ. പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പിന്നെ വന്ന് കാണാതെ. അല്ല കുഴപ്പമില്ല, ധൈര്യമായിട്ട് പാർക്കിങ്ങിന് വേണ്ടി ചെയ്തേക്കും തന്നെ. ഇത് ഇങ്ങനെ കയറ്റി ഒതുക്കിക്കും എവിടെയെങ്കിലും. ഇവിടെ 2 വർഷങ്ങൾക്ക് ശേഷം നമ്മളങ്ങനെ വീണ്ടും ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ടൂറിസ്റ്റ് പ്ലേസായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ബോർഡൊക്കെ കണ്ടോ, അതെല്ലാം പൊളിഞ്ഞു പോയി. അന്നുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര ഉപ്പ് കാറ്റാണ്. ഇതാണ് കേട്ടോ ചർച്ച്. ആ ചർച്ചിലേക്ക് പോയപ്പോൾ ഇങ്ങനത്തെ വഴികളൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലോട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കണം. അതിന് മുമ്പ് വണ്ടി ഒന്ന് ലോക്ക് ചെയ്താൽ നോക്കട്ടെ. ആ വണ്ടി ലോക്ക്ഡാണ് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒത്തിരി കടകളുണ്ട്, കരകൗശല വസ്തു. എന്താ ഹോണടി. ഇവിടെ ഒത്തിരി കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കട, അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഹോട്ടലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു നല്ലൊരു കടയിൽ കയറി കുറച്ച് ഭക്ഷണം, അത് മീൻ ഫ്രൈയും കൂട്ടി കഴിക്കണം. KR ഹോട്ടലിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അവരകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നല്ല ചേച്ചിമാരുണ്ടല്ലോ, ചേച്ചിമാർ ഇങ്ങനെ ഫ്രഷ് മീൻ നമുക്ക് മസാലയൊക്കെ ഇട്ട് പറയുന്ന, നമ്മൾ ഓർഡർ കൊടുത്ത ആ മീൻ ഫ്രൈ ചെയ്തത്, അതാ മീൻ ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ. ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് പോയി കഴിക്കാം. ഇരുന്ന് ഇവിടെ ഇങ്ങനെ മീനുണ്ടാവും കേട്ടോ. അതപ്പോൾ നമ്മൾ വന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ അവരതിനെ ഫ്രഷാക്കി മസാലയൊക്കെ പുരട്ടി ഇതേപോലെ ഫ്രൈ ചെയ്ത് തരും. അപ്പോൾ നമ്മളൊരു 2 മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 4 പീസാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരെടുക്കും. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഊണിന് വരുന്ന 120 രൂപയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു മീൻ ഫ്രൈയും മീൻ കുളമ്പും മീൻ കറിയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും റെഡിയായി ഇലയൊക്കെ ഇട്ട് ഊണ് കഴിക്കാനായിട്ട്. ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ കാര്യമാണ് കേട്ടോ, ഈ മീൻ കഴിക്കുന്നത്. എങ്ങനെ വന്നു, പണ്ടെങ്കിലും ഇല്ലായിരുന്നു, ഇപ്പോൾ ആരംഭിച്ച ഈ അടുത്തായിട്ട് തുടങ്ങിയതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഊണ്?
ഊണ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. 4 ഊണും 2 വലിയൊരു മീൻ നമ്മൾ എക്സ്ട്രാ പറയുകയും ചെയ്തു. അതെല്ലാം കൂടെ നമുക്ക് 780 രൂപയാണ് ആയത്. ആ സ്പെഷ്യൽ മീനിന് 2 എണ്ണത്തിന് 300 രൂപയാണ് ആയിട്ടുള്ളൂ. അത്രയും മതി നമുക്ക് 4 പേർക്ക് കഴിക്കാനുള്ളത്. ഇതാ ഇതിൻ്റെ ബോർഡ് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരുമ്പോൾ, ധനുഷ്കോടി വരുമ്പോൾ ധൈര്യമായിട്ട് ഈ കടയിൽ വരാം, ഭക്ഷണം കഴിക്കാൻ. നല്ല ഭക്ഷണം നല്ല സ്നേഹത്തോടെ അവർ നമുക്ക് വിളമ്പിത്തരും. കാര്യം പല സ്ഥലത്തും പോകുമ്പോഴത്തേക്ക് 2ാമതും 3ാമതും ഒക്കെ ചോറ് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖഭാവം മാറും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ഇല്ല അല്ലേ? സന്തോഷമായിട്ട് വിഷ്ണു 5 തവണ എൻ്റെ ചോറ് വാങ്ങിച്ച് കഴിച്ച് മീൻ വന്നുകൊണ്ട്. ഒരു പ്രശ്നമില്ല അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ടൊക്കെ പോവാം. ആ പുതിയൊരു ക്ഷേത്രം എന്താണ്ട് പണിയുന്നില്ല, അതിന് തൊട്ടടുത്ത കേട്ടോ ഈ ഹോട്ടൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും KR ഹോട്ടൽ. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ആദ്യം ചർച്ച് കാണാൻ പോവാം. ആൾക്കാർ പോയല്ലേ? ഓ, ഇങ്ങനെ ഒരു ട്രാക്കൊക്കെ അതിൽ കയറാൻ പറ്റില്ല അല്ലേ? ആ, അത് നന്നായി കേട്ടോ. അതിനകത്തിപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല. ഈ പണ്ട് ഒരു 1964 മുമ്പ് വരെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു ധനുഷ്കോടി. കൊല്ലത്തുനിന്ന് ഒരൊറ്റ ടിക്കറ്റ് എടുത്താൽ, റെയിൽവേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ശ്രീലങ്കയിൽ പോകുമായിരുന്നു. ഇതുവരെ ട്രെയിനിലും അതിനുശേഷം ഇവിടെ നിന്ന് ബോട്ടിൽ കയറി ശ്രീലങ്കയിലേക്ക് പോയി ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ട്രെയിനിൽ കൊളംബോയിൽ പോകുമായിരുന്നു. കൊല്ലത്തുനിന്ന് കൊളംബോയിലേക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു. 1964 ഡിസംബർ 22 രാത്രിയിലൊരു പെട്ടെന്നൊരു ഭയങ്കരമായൊരു ചുഴലിക്കാറ്റും ഭയങ്കരമായ പേമാരിയൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഇതെല്ലാം ഇവിടെയുള്ള സ്കൂള്, ഇത് എന്താണ് ഈ ചർച്ച്, മറ്റേ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ട്രാക്ക്, ഒരു ട്രെയിൻ ഉൾപ്പെടെ കടൽ വിഴുങ്ങി ഇതിനെ. അന്ന് ഇവിടെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം 1800ഓളം പേര് മരിച്ചുപോയി. അതിനുശേഷം അതൊന്നും റിക്കവറി ചെയ്ത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മദ്രാസ് ഗവൺമെൻറ് ഇതിനെ പ്രേത നഗരമായിട്ട് പ്രഖ്യാപിച്ച്. പണ്ട് വിജനമായിരുന്നു, ഇപ്പോഴാണ് വീണ്ടും ടൂറിസം ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത്. ഇതിനകത്ത് ചർച്ചിനകത്ത് മുമ്പ് നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ ആളിനെ കയറ്റില്ല. അതെന്തായാലും നന്നായി. എന്ത് സംഭവം എന്നറിയോ? ആൾക്കാർ ഇതിനകത്ത് നിന്ന് ഈ കല്ല് കണ്ട, ഞാൻ പറഞ്ഞ കല്ല് കണ്ടില്ലേ, ഇത് ചെയ്തിരിക്കുന്ന കല്ല് കണ്ട, ഈ കല്ല് വെള്ളത്തിയിട്ടാൽ പൊങ്ങിക്കിടക്കും. കാര്യം പണ്ടില്ല ലാവ വന്നങ്ങനത്തെ ഈ കല്ല് ആൾക്കാർ തോണ്ടി എടുത്തുകൊണ്ട് പോവും. അങ്ങനെ ഇത് പൊളിഞ്ഞു വീണ് നല്ല വിസ്തൃതി ഉണ്ടായിരുന്നതാണ്. അത് തകർന്നു പോയത്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. 2 വർഷം മുമ്പ് ഞാൻ വരുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഇതിനകത്ത് കയറായിരുന്നു. ഇതെന്തായാലും നന്നായി കേട്ടോ. ഇത്രയെങ്കിലും ഇതിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷത്തിന് മുമ്പ് ഞാൻ വരുമ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. മുകൾ ഭാഗം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഇതെന്താണ്, സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചോ അങ്ങനെ കണ്ടാണ് ഇതിൻ്റെ പേര്. ഇത് പേര് കറക്റ്റ് അറിയില്ല, അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. മൊത്തം പോയി കേട്ടോ, തകർന്നു പോയി. എങ്ങനെയുണ്ട്? പുതിയ അനുഭവമല്ലേ? അവിടെ കാണുന്ന ലൈറ്റ് ഹൗസാണ് കേട്ടോ. ആ ലൈറ്റ് ഹൗസിന് താഴെ ഒരു പൊളിഞ്ഞ കെട്ടിടം കാണാം. അത് പഴയ എന്താണ് പോസ്റ്റ് ഓഫീസോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇതൊക്കെ അന്നുണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങളാണ്. അതെല്ലാം ഇപ്പോൾ ഓരോന്നോരോന്ന് തകർന്ന് കിടക്കുന്നതാണ്. ആ സ്കൂള് ഏതാണെന്നുള്ള ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. പോസ്റ്റ് ഓഫീസ്, സ്കൂള്, താണ്ട ഇതൊക്കെ ഈ പൊളിഞ്ഞ് കിടക്കുന്നില്ലേ, പണ്ടത്തെ കെട്ടിടങ്ങളായിരുന്നു. നമുക്കൊന്ന് കടൽ തീരത്തേക്ക് കൂടെ പോയിട്ട് വരാം. അത് ഏത് സമുദ്രമാണെന്ന് അറിയാമോ? അതാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇപ്പുറത്തെ സൈഡ് ബംഗാൾ ഉൾക്കടൽ. என் பேர் முருகன். இங்கே 185 ஃபேமிலி இருக்குது. இவங்களை அந்த 64 புயலில் தப்பிச்சவங்களோட வாரிசு 3வது தலைமுறை. இது அழியும் போது நம்ம பிறக்கலை, எங்கள் அம்மா தாத்தா பாட்டி இருந்தது. இது தனுஷ்கோடின்ற ஊரை உருவாக்குனது இந்தியா கிடையாது, பிரிட்டிஷ்காரன். 1914 அவன் வச்ச பேர் வந்து மினி சிங்கப்பூர். 21 வில்லேஜ் சிட்டி இது. அப்போ ராமேஸ்வரம் டெவலப் இல்லை, சிங்கிள் டெம்பிள், 10 பிராமண வஸ்து, மொத்தம் முள்ளுக்காடு. ஏன் மினி சிங்கப்பூர் பேர் வந்துன்னா, சிங்கப்பூர், மலேசியா, ஸ்ரீலங்காப்பூரில் கூட இங்கே சேல்ஸ் பண்ணுற இடம். அப்போ தனுஷ்கோடிக்கு 2 ட்ரெயின் தான். ஒன்று சென்னை எக்மோர்லேருந்து ஒரு ட்ரெயின், கேரளா எர்ணாகுளத்துலேருந்து ஒரு ட்ரெயின். அப்போ போட்டு மேல் ட்ரெயின் டிக்கெட் 80 ரூபா டிக்கெட் தான் ஸ்ரீலங்கா போகிறது. ட்ரெயின் வந்து ஷிப்பில் ஏறி ஸ்ரீலங்கா போகிறது. கேரளாலேருந்து கிராம்பூல் கஸ் போட்டு ஸ்ரீலங்கா டீ தேயிலை போட்டு 1914 இங்கே ட்ரெயினை விட்டு இறங்கி இந்த இந்தியன் ஓஷன் பீச்சை காணமுண்டா
குதிரை வண்டி பிடிச்சி போனால் தான் பீச்சை காண முடியும். 1914 பிரிட்டிஷ் போன பிறகு இந்தியா வச்ச பேர் தான் தனுஷ்கோடி. ராமண்ட வில்லு தனுஷ், ரெண்டு இந்தியன் பே பெங்கால் ஜாயிண்டாக லாஸ்ட் 2 கோடி தனுஷ்கோடி இதுக்கு பேர். ராமண்ட வில்லு தனுஷ் 2 ஜாயிண்டாக 2 கோடி தனுஷ்கோடி பேர். 1914 ஸ்டார்ட் பண்ணி 1964 டிசம்பர் 23 செவ்வாய்க்கிழமை ராத்திரி 11:15 ஸ்டார்ட் பண்ணி 12:45 முடிஞ்சு போய் 1 ஹவரில் தனுஷ்கோடி 240 கிலோ சைக்கிள் நடிச்சு. இதில் 40,000 பேர் கடலில் போயிருக்காங்க. 300 ஸ்டூடெண்ட்ஸும் வந்த ட்ரெயினே கடலில் மூழ்கிருச்சு. அதில் தப்பிச்சவங்க 15 ஃபேமிலி. அவங்களோட வாரிசு இப்போ 150 ஃபேமிலி இருக்குது. 3வது தலைமுறை. அவங்களுக்கு மட்டும்தான் இங்கே அலோட்டு. கட்டணம் கட்டுக்கிற செட்டு போட்டுருக்கணும். 6 மணி ஆனால் டூரிஸ்டர் ராமேஸ்வரம் இங்கே தங்கக்கூடாது. ஏன்னா இங்கேருந்து ஸ்ரீலங்கா 18 கிலோமீட்டர். நைட்டில் பார்த்தா ஊர் லைட்டாக தெரியும். இது இந்தியன் பே பெங்கால் ஜாயின் லாஸ்ட் பாயிண்ட் தான் அந்த ராமர் பாலம் ஸ்டார்டிங் பிளேஸ். அதுலேருந்து ஸ்ரீலங்கா 14 கிலோமீட்டர். அங்கே போட்டால் செல்ஃபோன் ஏர்டெல் இருந்தால் ஸ்ரீலங்கா நெட்ஒர்க் ஒரு ரோமிங் ஒரு வெல்கம் சொல்லுங்க. இது ஸ்மக்லிங் போகிற ஏரியானால வேத்தாலுக்கு அலோட் இல்லை. இப்போ 2004 டிசம்பர் 26 சென்னையில் சுனாமி வரும்போது இங்கே பாதிப்பில்லை. 10 நிமிஷம் கடல் 2 கிலோமீட்டர் உள்ளே போச்சு. 10 நிமிஷம் மறு அமைதியாக போச்சு. அப்போ அழிஞ்சு போன பில்டிங் எல்லாத்தையும் பார்த்தோம். இப்போ இருக்கிறது என்ட்ரன்ஸ் தான். இது இங்கிட்ட ஒரு பில்டிங் இருக்குது, ஹாஸ்பிட்டலு. இது 1942 சர்ச்சு. இந்த ஒரு ரவுண்டாக ஒரு பில்டிங். அது அங்கங்கே பில்டிங் கட்டுறதுக்கு சிமெண்ட் ஊற்றி எடுக்கிற குடோனு. அந்த பெரிய பில்டிங் வந்து போஸ்ட் ஆஃபீஸு, டெலிஃபோன் ஆஃபீஸு. இந்த குதிரமா இருக்க ஒரு விநாயகர் டெம்பிள். அங்கிட்டு உடஞ்சி போன பில்டிங் வந்து மெடிக்கல் காலேஜ். இந்த பக்கத்து வந்து பாதிரி நடத்தின ஸ்கூலு. ரோடுக்கு ரயில்வேஸும் வாடட்டாங்க. இது தனுஷ்கோ என்ட்ரன்ஸ். உள்ள கடலுக்கு அடியில் வந்து பஸ் ஸ்டாண்டு, மார்க்கெட்டு, மசூதி, பொதுமக்கள் கூடலாம் அடலம்பு அப்படியே மூழ்கி போச்சு. இந்த 15 குடும்பம் எப்படி தப்பிச்சாங்கன்னா, இப்போ நம்ம தனுஷ்கோடி வரும்போது சென்ட்ரலில் சின்ன சர்ச்சு ஒன்று வரும். இது செல்வ மாதா கோயில். அது அந்த நேரம் சர்ச்சு, பெரிய சர்ச்சு கடலுக்குள்ளே போயிடுச்சு. நினைவு சின்னமாக கட்டப்பட்டது. அதுக்கு நேரம் பேக்வார்டர் சிமெண்ட் திண்டு சதுரமாக தெரியும். அதான் ரயில்வே சிக்னல். அதான் 300 ரயில்வே சிக்னலுக்காக நின்றது. காற்று மலை வர சில இறக்க விட்டு ஓடிட்டான். அவன் இறக்கி விட்டு ஓடி தான் தனுஷ்கோடி ரெயின் தப்பிச்சிக்கும், ஸ்கூல் பில் தப்பிச்சிருக்கும். பே பெங்கால் உடச்சி இந்தியன் பாஸ் ஆன பசங்க தண்டத்தோட ரெயினை முறிச்சு அள்ளி கொண்டு ரெயினை கடலை கொண்டு போட்டுருச்சு. பாம்பன் பீச்சுக்கு நேரம் சென்ட்ரல் ஒரு தீவு ஒன்று இருக்குது. தீவில் தான் ஸ்கூல் பில்லாம் சேர்த்து ஒதுங்கிருக்கு. இது அழியும் போது காமராஜ் பீரியடு காங்கிரஸ் ஆட்சி. இங்கே இருந்தவங்களாம் மண்ணில் மூஞ்சில் அடிச்சு ஹாஸ்போர்ட் ஸ்ட்ரீட்டு பறந்து நிறைய பேர் அடிச்சு கொண்டு இருக்கு. காசு பணம் வச்சதுக்கப்புறம் அள்ளிட்டு தப்பிச்சு ஓடினப்புறம் இந்த ரெயினை உடச்சுட்டு உடப்பில் இறங்கி அப்படியே கடலில் போயிட்டாங்க. மீனவர் குடும்பம் நம்மகிட்ட என்ன இருக்குது, செத்தாலும் பரவாயில்ல இங்கே இருந்து பூரா பொழைச்சிட்டாங்க. இது அழிஞ்சு 3 நாளைக்கு தான் அரசாங்கத்துக்கு தெரியும் தனுஷ்கோடி அழிஞ்சு போச்சுட்டு. 3 நாளைக்கு பிறகு காமராஜர் ஹெலிகாப்டர் பார்வை வந்துருக்காரு. அந்த 3 நாள் சாப்பிட உணவு இல்லாமல் ரோடுக்கு அந்த சைடு தென்னை மரம் இருக்குது. அங்கே தான் ரயில்வே குடோனு. கோதம்பு மூடியும் மைதா மூடியும் தண்ணிக்குள்ள ஊவி வந்துருக்கு. அதை எடுத்து திண்டுக்கிட்டு 3 நாளாக இருந்திருக்காங்க. 3 நாளைக்கு பிறகு அரசாங்கம் பார்வை விட்டு உங்களை அள்ளி விட்டு மண்டை கேம்பில் கொண்டு இலங்கை மாதிரி கொண்டு போட்டிருக்காங்க. அப்போ ராமநாதபுரத்தில் நடராஜன் ஒரு கலெக்டர் இருக்காரு. அவர் எல்லாத்தையும் கொண்டு வந்து நம்ம தனுஷ்கோடி வரும்போது வரும். நம்ப கோயில், நடராஜபுரம், ராமகிருஷ்ணன் வந்து ஒரு பெண்டு வளையும். அந்த நடராஜன் கலெக்டர் ஆளுக்கு சென்று இடம் கொடுத்ததுனால அவர் பேரை நேமாக வச்சு நடராஜபுரம் கிராமம் வச்சுருக்காங்க. அந்த ஃபேமிலி தான் இங்கே இருக்குது. எங்கள் பூர்வ தொழில் மீன்பிடி தொழில் தான். இந்த ரோடு வந்து மயந்தில் வந்து ஜீப் தான் வரும். இப்போ ரோடு வந்து 8 வருஷம் ஆச்சு. ரோடு வந்து டூரிஸ்ட் ப்ளஸ் ஆச்சு. இப்போ ராமேஸ்வரத்துக்கு என்ன பண்ணால் நீங்கள் பூர்வமாக இருந்தவங்க மீன் பிடிக்கிறவங்க மீன் பிடிங்க, நாங்கள் உள்ள போய் இந்த முத்து சங்கு விற்கிற முடியாது. அவங்கள 10 பேரை விட 10, 20 ஆகும். எங்களை காலி பண்ணிட்டு அவங்க கூடி வருவாங்க. அதனால் പകലിൽ ഇത് പണ്ടോ നൈറ്റ് മീൻ പിടിக்க போகிறோம். ചേട്ടൻ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു തന്നു. அந்த புயல் வந்தது 1964 அந்த புயல் வந்தது பே ஆஃப் பெங்காலில் இருந்தால் அதை பே பெங்கால் வந்து அடித்து எல்லாத்தையும் இங்கே இந்த இந்தியன் ஓஷனை கொண்டு போயிட்டு நான் போன புயல் வந்து நைட்டு விடிய போகிற 3 மணி போல் காற்று ரிட்டன் நான் திரும்பி வந்திருக்கு. திரும்பி வரும்போது அந்த அப்போ கடலில் போன ஆட்கள்லாம் கொண்டு கரையை ஏற்றிருக்கு. ஏற்றிட்டு அந்த பீச் வந்த பீச் அப்படியே நின்றுக்கிடுச்சு. இது ஸ்பாட்டுக்கே போயிடுச்சு. இதுதான் புயல் லேண்ட் டச் பண்ணது இங்கே இந்த இடம் தான் அடித்தது. இதை ஒன்றும் அடிச்சு போனது. காலையிலேருந்து சாரல் மழையாக பெஞ்சிட்டு இருந்திருக்கு. லேட்டாக மழை அதிகமாக காற்றே இல்லாமல் இருந்திருக்கு. நைட்டு கரெக்டாக 11:15 ஆரம்பித்து 12:45 முடிச்சு. 1 ஹவரில் பவர் அடிச்சுக்கு 240 கிலோமீட்டர் அடிச்சுக்கு சைக்கிள். அந்த அறிவிப்பொന്നും நேரத்தை இன்ஃபர்மேஷன் ஒன்றும் அப்போ எதுவுமே இப்போ தான் டெக்னாலஜியை வச்சு இப்போ சேர்க்கிற இருப்பேன். ராமர் பாதத்தை கண்டுபிடிக்கிறேன். இப்போ அதெல்லாம் கண்டுபிடிக்க முடியாது. அப்போலாம் இல்லை. ഓക്കെ താങ്ക് യു ചേട്ടാ, താങ്ക് യു. നമ്മളിത് ആ ചർച്ച് കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ ഇവിടെ ഒരു ഈ ചെറിയ ഷോപ്പ് കാണാം. എന്താ ഈ ശംഖും ഈ എന്താണ് ഇതൊക്കെ വെച്ചിരിക്കുന്ന ഈ ഷോപ്പ് ഉണ്ടോ? ഈ ഷോപ്പ് നടത്തുന്ന ആളാണ് കേട്ടോ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്ന മുരുകൻ ചേട്ടാ. ഈ ശിവൻ്റെ സ്റ്റാച്ചു ഉണ്ടല്ലോ, പ്രതിമ ശിവൻ്റെ മുത്തിൻ്റെ ചിപ്പി അല്ലേ? ഓ ഇതിന് ഈ മുത്ത് വരുന്നത് ഇതിനകത്തെ ഒരുപാടെണ്ണം ഉണ്ടാവോ? അതെ, ഒരുപാട് ஒத்திரி கிடைக்குமா? அது மலைத்துளி தான் பேல். பேல் வந்து எல்லா நேரமும் எடுக்க முடியாது. இப்போ பேலுக்கு ஃபேமஸ் வந்து தூத்துக்குடி. தூத்துக்குடியில் பேல் எடுக்கிறதில்ல. பேல் வந்து நம்ம ஐப்பசி கார்த்திகை மழை பெஞ்சு கம்மாயை நிறைஞ்சி கடலில் வந்து சேரும்போது 5 அடி ஆழம் ஒரு சதவீதத்தில் இருக்கும். டவுலாக மூடி இதை வந்து நம்ம பவுடர் அம்மாசை வரும்போது சுற்றி மேலே வந்து ஷிஃப்ட் மாறும். மறுபடியும் ஓப்பன் ஆகும். ஒரு ஜீவன் இருக்கும். ஜீவன் ஸ்விம்மிங் போகும்போது ஜீவன் மேலே எத்தனை மலைத்துளி விழுதோ மூடி கீழே இருந்தது. அந்த மலைத்துளி பேலாக பாமாகும்.
ഇതാണ് തേറ്റ് ധനുഷ്കോടി കോൾസാൻ തേറ്റ് ഇത് നമ്മുടെ നെയ്മോടെ. ഇതാ ഈ ഷോപ്പാണ് കേട്ടോ നമ്മുടെ മുരുകൻ ചേട്ടൻ്റെ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് മുരുകൻ ചേട്ടനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. മുരുകൻ ചേട്ടൻ ഇവിടുത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്കും പറഞ്ഞു തരും. ഇതാ ശംഖൊക്കെ കാണുന്നിറ. ഇത് മറ്റേ ഊതണ ശംഖ് താനേ. ഇത് വളമ്പൂർ ശംഖ്. ഇത് വളമ്പൂർ ശംഖ് നമ്മൾ വീട്ടിൽ പൂജ വലമ്പരി ശംഖ്. ശരിയാ. இது நம்ம இதை கட் பண்ணால் ஊதும். இது கட் பண்ணிட்டா நம்ம அம்பலத்தில் வைக்கணும். கட் பண்ணாதான் நம்ம வீட்டு பூஜை ரூமில் அபிஷேகம் பண்ணுறோம். இது வந்து அரிச்சல் முனம்பு. இது வந்து ஃபர்ஸ்ட் பிளேஸ். இது ஃபர்ஸ்ட் பிளேஸ். இது வந்து வெள்ளை அடிச்சு உடச்சு பின்னாடி ரெண்டாவது பிளேஸ். இதில் ஒரு அம்பலம் உண்டு. இது வெள்ளத்தில் போய் பிளேஸ். இதையும் அடிச்சு உடச்சு போய் மூணாவது இருக்கிற பிளேஸ் இந்த பிளேஸ். இப்போ இருக்கிற பிளேஸ். இது வந்து நம்ம கிளாஸில் உடைச்சா பவுடர் உண்டு. ஒரிஜினல் பேல். இது பவுடர் உண்டு. ஒரிஜினல் பேல். இது பிளாஸ்டிக் ஃபைபர் மெட்டீரியல். இது பவுடர் இல்லை. ஒரிஜினல் பேல் பவுடர் உண்டு. പേളുമുത്ത് ഒറിജിനൽ. ഇതാണ് ഒറിജിനൽ അല്ലേ? ഇതിന് വെയിറ്റും ഉണ്ട് കേട്ടോ നല്ല. ഇത് പ്ലാസ്റ്റിക്. നമ്മളിതാ ധനുഷ്കോടിയുടെ സുവനീർ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. സുവനീർ ഇത് എത്ര? 30 രൂപ അല്ലേ? ബാലു മക്കൾക്ക് വേണ്ടിയിട്ട് മാലയൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനവും വാങ്ങി. നല്ല അടിപൊളി മാലയൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടൻ അധികം കത്തിയൊന്നുമല്ല. 30 രൂപയാണ് ഈ മാലയ്ക്കൊക്കെ പറയുന്നത്. ഭയങ്കര കാറ്റാണല്ലോ. നമ്മളങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാല് കുത്താൻ പോവുകയാണ്. കാര്യം നമ്മൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് അറബിക്കടലിലേ പറ്റുള്ളൂ കേട്ടോ. അറേബ്യൻ ഓഷനാണ് നമ്മൾ കാല് കുത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നമ്മൾ കാല് കുത്താൻ പോവുകയാണ്. ഭയങ്കര കാറ്റും ഭയങ്കരമായ തിരയുമാണ്. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാറ്റെടുത്ത് മറിക്കുക. അയ്യോ, കടലിഞ്ഞ് കയറി വരുക. നമ്മുടെ രാജ്യത്തിന്റെ പേരിലുള്ള സമുദ്രം കണ്ട, ഇന്ത്യൻ മഹാസമുദ്രം. നമ്മുടെ രാജ്യത്തിന്റെ പേരിൽ സമുദ്രം തന്നെയുണ്ട്. ഇതാ അങ്ങ് കാണുന്നുണ്ടോ? ആ കാണുന്നത് പഴയ ഹോസ്പിറ്റലാണ്, പൊളിഞ്ഞു പോയത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കണ്ടോ, ഇത് അന്നത്തെ ആ വെള്ളപ്പൊക്കത്തിൽ, ആ മഴയിൽ, കൊടുങ്കാറ്റിൽ തകർന്നു പോയതാണ് ഹോസ്പിറ്റലാണ്. അതുപോലെ അവിടെ കാണുന്ന അത് നമ്മുടെ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഇവിടെ വന്ന് ചർച്ച്. പറയുന്നത് കേൾക്കാൻ പറ്റുമോയെന്നറിയില്ല. ഭയങ്കര കാറ്റാണ് അവിടെ. ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കത്തില്ല. നമ്മളെ കാറ്റ് വലിച്ചുകൊണ്ട് പോവുകയാണ്. നോക്കിയേ, എന്ത് രസവും നോക്കിയേ സ്ഥലം. ഇതൊക്കെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാം തകർന്നു പോകും കേട്ടോ. ഇവിടുത്തെ കിണറാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? കടലിനോട് ഇത്ര അടുത്താണെങ്കിൽ പോലും ഈ കിണറ്റിലെ വെള്ളത്തിന് ഉപ്പ് രസം ഉണ്ടാവില്ല. നമ്മളാ ഫുഡ് കഴിക്കാൻ കയറി അവിടെ നിന്ന് നമുക്ക് കൈ കഴുകാനും വാ കഴുകാനൊക്കെ തരുന്ന വെള്ളമുണ്ടല്ലോ, അതിന് ഉപ്പ് രസം ഇല്ല. പക്ഷേ രാമേശ്വരത്തെ വെള്ളത്തിന് ഉപ്പ് രസം തോന്നിക്കും. മുത്തുമഴ കൊഞ്ചൽ പോലെ തൊട്ടുരുമും തെന്നൽ പോലെ ഉള്ളിലോരോമൽ പാട്ടുമാ എൻ മുന്നിൽ വന്നതെന്തിനോ എന്നും നിൻ മുന്നിൽ. എൻ്റെ പാട്ടൊന്നും അത്ര പോരാ കേട്ടോ. എന്നാലും ഇവിടെ വരുമ്പോൾ അത് പാടിപ്പോ അറിയാതെ. തിരിയോർത്തു നിൽക്കും അഴകേ ഹോ 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 ഹോ. അപ്പോൾ നമ്മൾ ആ ചർച്ചിൻ്റെ സൈഡിൽ നിന്ന് തിരിച്ച് കയറിയാണ്. അതായത് നമ്മൾ ധനുഷ്കോടി അരിച്ചൽ മുനയിലേക്ക് പോകുന്ന വഴിക്ക് വലതുവശത്തുള്ള ഭാഗത്തു നിന്ന് കയറി തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് അതിന് ഇടതുവശത്തുള്ള ആ സ്ഥലങ്ങളുണ്ടല്ലോ, അത് കാണാം. കണ്ടോ, ഇതാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസൊക്കെ ഇവിടെ ആയിരുന്നു തോന്നുന്നു അല്ലേ? എന്നല്ലേ പറഞ്ഞു? അപ്പുറത്തായിരുന്നു. ധനുഷ്കോടി ഹിസ്റ്ററി ഇവിടെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ ധനുഷ്കോടിയുടെ ആ ഫോട്ടോ ഉണ്ടോ റെയിൽവേ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്? ഹാർബർ വിത്ത് റെയിൽവേ ട്രാക്ക്. ഇപ്പോൾ ഈ തൂണുകളാണുള്ളത്. അവിടെ പാളം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം.
കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് ഇവിടെ സ്കൂളും ഉണ്ടോ? അതുകൊണ്ട് പഴയ ട്രാക്കിൻ്റെ ബാക്കി ഭാഗം ഉണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് എത്ര ആയിരം ആൾക്കാർ ഇവിടെ വന്നിറങ്ങി യാത്ര പോയിട്ടുള്ളതാണല്ലേ. ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നേ. അവിടെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട് കേട്ടോ. നമുക്ക് അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതിനകത്താണ് കേട്ടോ മറ്റേ വെള്ളത്തിലിട്ട് ആ പൊങ്ങിക്കിടക്കുന്ന ആ സ്റ്റോൺ ഉള്ളത്. അത് നമുക്കൊന്ന് കാണണം. ആ, ഇതാണ് ആ ടെമ്പിള്. ആ സ്റ്റോൺ ഇവിടെ അല്ല, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ്. ഇത് മന്ദിരം അല്ലേ? ஆமா அதுல தான் வச்சிருந்தா ஆர்டர் வாங்கி போடணுமா அரசாங்கம் ഇപ്പൊ ഇല്ലേ? ஆர்டர் வாங்கி போடணும் ഇതിനകത്തായിരുന്നു പണ്ട് കല്ലുണ്ടായിരുന്നത്. ഇപ്പം അതെല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ആ സ്റ്റോൺ കാണാനുള്ള ഭാഗ്യം നമുക്കില്ല അല്ലേ? സാങ്ഷൻ കിട്ടിയാൽ കൊണ്ടുവരും. സ്റ്റോൺ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് തിരിച്ചപ്പുറത്തോട്ട് തന്നെ പോവാം അല്ലേ? അല്ല, ഈ പ്രായത്തിലും കണക്ക് കൂട്ടി കച്ചവടമൊക്കെ ചെയ്യുന്നില്ല. അത് വലിയ കാര്യമോ? അമ്മ കണക്ക് കൂട്ടിയപ്പോൾ തെറ്റിപ്പോയി. നമ്മൾ ഇതൊരു കുപ്പി 40 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ 4 എണ്ണവും ഒരു കുപ്പി വാട്ടർ 25 രൂപയാണ്. അത് കൂടുതലാണ്. എന്നാലും കൂട്ടി വന്നപ്പോൾ 165 രൂപയെന്ന് പറഞ്ഞു. നമ്മൾ ആ 165 രൂപ കൊടുത്തിട്ട് തിരിഞ്ഞ് നടന്ന് ഓർത്തപ്പോഴാണ് 185 രൂപയാണല്ലോ എന്ന് ഓർത്ത് പിന്നെ വന്ന് അമ്മയ്ക്ക് തിരുമ്പി 20 രൂപ കൊടുത്തിട്ട് പോവുക. ഓക്കെ അമ്മ, അപ്പോൾ കാണാം. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയുടെ ഇങ്ങേ അറ്റമായ അരിച്ചൽ മുനമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് വണ്ടി കയറി പോകുന്നുണ്ടല്ലോ. എല്ലാ വണ്ടിയും വിടുന്നില്ല. ഇപ്പോൾ ഒരെണ്ണം ഇറങ്ങി വന്നതാ. ഇതിനകത്തേക്ക് ഇപ്പോൾ വണ്ടി കടത്തി വിടുന്നില്ല കേട്ടോ. നമ്മുടെ വണ്ടി കടത്തി വിടാത്തായിരിക്കും. അല്ല, ഒരു വണ്ടിയും കടത്തി വിടുന്നില്ല. ഇതാ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന അശോക സ്തംഭം. അതേ സാധനം എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് കണ്ടോ? രാമസേതുവാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മുമ്പ് നമുക്ക് ഇവിടെ വന്നിങ്ങനെ വണ്ടി കറങ്ങി ഇങ്ങനെ ഇറങ്ങി പോകായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തോ കടത്തി വിടുന്നില്ല. അരിച്ചൽ മുനമ്പിലെത്തി കേട്ടോ. ഇതാണ് രാമസുഖമല്ല, ഇതാണ് നമ്മുടെ അശോക സ്തംഭം. ഇതേ ആ കാണുന്നതാണ് രാമസേതു. ഇവിടെ താഴെ നല്ലൊരു ബീച്ചാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് രാമസേതു, അല്ലെങ്കിൽ ആദംസ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത്. ദേ ഇവിടെ നോക്കിയേ, ഇതാ രാമസേതു കേട്ടോ. അങ്ങനെ കാണുന്നില്ലേ? അവിടെ അങ്ങനെ കാണുന്ന അതാണ് രാമസേതു എന്ന് പറയുന്നത്, ആദംസ് ബ്രിഡ്ജ്. ഇത് ഇന്ത്യൻ ഓഷനാണ്, ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള വേവ്സാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വരുന്നത്. പക്ഷേ ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഇത് ബംഗാൾ ഉൾക്കടലാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് വലിയ വേവ്സ് ഇല്ല. അതിന് കാര്യമെന്ന് പറഞ്ഞാൽ ഈ ബംഗാൾ ഉൾക്കടൽ ഡയറക്റ്റ് ആക്സസ് അല്ല ഇങ്ങോട്ട്. ബംഗാൾ ഉൾക്കടലിൻ്റെ ഒരു കടലെടുക്കാണ്, പാക്ക് സ്ട്രെയിറ്റ് ആണ് ഇവിടേക്ക് വന്ന് കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തിര കുറവും
ഇപ്പുറത്തെ സൈഡ് തിര കൂടുതലുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ബീച്ചിൽ നമുക്ക് സുഖമായിട്ട് ഇറങ്ങി നിന്ന് കുളിക്കാനും കളിക്കാനൊക്കെ പറ്റും. വലിയ ആഴം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് രാമസേതു എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഇറങ്ങി നടന്ന് നമുക്ക് കുറേ കടലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ഈ ഭാഗത്തല്ല, ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ. എന്നാ ഞാൻ ഇപ്പുറത്തെ സൈഡ് കാണിച്ചത്. ഇത് എന്ത് റഫായിട്ടുള്ള സീയാ നോക്കിയേ. കണ്ടോ, നല്ല ക്ലിയർ വാട്ടറാണ്, പക്ഷെ ഭയങ്കര റഫാ സീ. നല്ല കാറ്റും ഉണ്ട് അതുപോലെ തന്നെ. ഇനി നമുക്ക് ജസ്റ്റ് താഴത്തെ ബീച്ചിലേക്ക് ഇറങ്ങിപ്പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 6 മണി വരെ വരാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 മണി വരെ കടത്തി വിടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ നിൽക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് രാത്രി കുറച്ച് വൈകി പോവാം. സൺസെറ്റ് കാണാൻ വേണ്ടിയൊന്നുമില്ല, സണ്ണിനെ തന്നെ ഇവിടെ കാണാനില്ല. അപ്പോൾ സൺസെറ്റ് നമുക്ക് നോക്കണ്ട. അല്ല, ഇവിടെ രാത്രി ആകുമ്പോൾ അങ്ങ് അപ്പുറത്തെ കരയിൽ ലൈറ്റ് തെളിയുന്നത് നമുക്ക് ബീച്ചിൽ നിന്ന് കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഞങ്ങളിവിടെ അരിച്ചൽ മുനമ്പ് വന്ന് നമ്മുടെ പ്രതീക്ഷ എന്തായിരുന്നു? 9 മണി വരെ ഇവിടെ ഇരിക്കാമെന്ന്, അല്ലേ? പക്ഷേ പറ്റത്തില്ല. 5 മണി വരെ കടലിൽ നിൽക്കാം. 5:30 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്ത് പോകണം. ഇവിടെ അങ്ങ് ദൂരം, അതുകൊണ്ടല്ലല്ലോ അവിടെയും കണ്ട് ശ്രീലങ്കയിലെ ലൈറ്റ് തെളിയും അത് കാണാമെന്നാണ് ഒരാൾ പറഞ്ഞു വിട്ടത് ഇവിടെ രാത്രി നിന്ന. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ 5:30 മണിയോടുകൂടി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. ഇപ്പോൾ എത്ര 5:30 കഴിഞ്ഞു, 6 മണിയാകുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരികെ പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ. പോകാനായിട്ട് കയറിയപ്പോഴാണ് കേട്ടോ ഇത് ശ്രദ്ധിച്ചത്. നോക്കിയേ, നമ്മൾ നിന്ന ബീച്ചാണ് അത്. ആ കടലിഞ്ച് കയറി ഇതിപ്പോൾ ജോയിൻ്റായി. നേരത്തെ അത്രയും വൈഡായിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നേ ബീച്ചിന്. അതിപ്പോൾ കംപ്ലീറ്റ് വെള്ളം വന്ന് അങ്ങ് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഫില്ലാവുമെന്ന് തോന്നുന്നു കേട്ടോ. വേലിയേറ്റം